കഞ്ചാവടിയം മുത്തു, കഞ്ചാവടിയം മുത്തു. എന്റെ മക്കൾക്ക് തന്തയില്ല പറഞ്ഞവന് തന്തയില്ലാണ്ട് ആയില്ല മുത്തു. നാട്ടിൽ ചന്തപ്പാലത്തടി ഇതുപോലത്തെ ഒരു പെമ്പർനാത്തിയുണ്ട്. വയസ്സിന് മൂത്തവരാട് പോലും ഇതുപോലത്തെ നെകളിച്ച വർത്താനേ പറയും. പക്ഷെ അവർ കുച്ചവന് നിർഗന്ധം അടിച്ചാലേ തുടങ്ങുള്ളൂ. ഇവർക്ക് നേരത്തെ തുടങ്ങി. കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വിവാദ നായികയായിട്ട് നിറഞ്ഞു നിൽക്കുകയാണല്ലേ സാജിദ ഷാജി. ഇതിൽ ഷാജിദ പറയുന്നുണ്ടല്ലോ, ഖാദറിന്റെ മകൻ കഞ്ചാവടിയും മുത്തു, കള്ളുകൂടിയ മുത്തു എന്ന്. ആ മുത്തുവിന്റെ ഉപ്പയായിട്ടുള്ള ഖാദർ എന്ന് പറയുന്ന ആള് കഴിഞ്ഞ ദിവസം മരിച്ചുപോയി. ആ മരണം ആഘോഷിച്ചുകൊണ്ട് ഷാജിദ പുതിയ ലൈവായിട്ട് വന്നിട്ടുണ്ട്. അവക്കെന്തോ നടപടി ദോഷം ഉണ്ടെന്നൊക്കെ പറയണ കേട്ടു. വല്ല കുഴപ്പമുള്ള കേസാണോടാ? ഫ്ലാഷ് ബാക്ക്. നീ ഇതുവരെ കണ്ട എന്റെ മുഖം ഉണ്ടല്ലോ, അത് ഡീസന്റ് മുഖം. എന്നെ തറയാക്കലടാ മോനെ. നീ കളിക്കടി, നീ പൊക്കടി, നീ തുണി പൊക്കി കാണിക്കടി, നീ കാണിക്ക്, നീ പൊക്കി കാണിക്ക്. എപ്പോഴാ തുടങ്ങിയത്? നിങ്ങൾ വഴക്ക തന്നെ മൂച്ചേട്ടെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ തുണി പൊക്കി കാണിക്കും. ഞാൻ അടക്കും ഒതുക്കും ദൈവമായുള്ള പ്രശ്നം. ഏത് നേരം ഇവിടെ വഴക്കാണല്ലോ. വഴക്കൊന്നും അല്ല എന്റെ രാമോര. ഞാനൊന്ന് മുറുക്കി തുപ്പിയാ കുറ്റം, അടുപ്പിലിട്ടൊരു ഉണക്കമീൻ തുട്ടാ കുറ്റം, സമാധാനായിട്ട് ഈ മുറ്റത്തൊന്ന് മുള്ളിയാ കുറ്റം. മുത്തു എന്ന് പറയുന്ന പയ്യനെയും അവന്റെ ഉമ്മയെയും മരിച്ചുപോയ ഉപ്പയെയും ഒക്കെ ഷാജിദ പറയുന്ന തെറി സത്യം പറഞ്ഞ കേട്ട് നിൽക്കാൻ തന്നെ കഴിയില്ല. ഈ സ്ത്രീയോട് അറപ്പും വെറുപ്പും തോന്നിപ്പോകും. കുറച്ചൊക്കെ മര്യാദയായിട്ട് സംസാരിച്ചാൽ കൊള്ളാം. എന്തായാലും ഷാജിദന്റെ ലൈവിന് ചില ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടുനോക്കാം. മിസ്റ്റർ മുത്തു വാടാ വാടാ പുല്ലാ, കഞ്ചാവടിയം മുത്തു. കണ്ടില്ലേ അവന്റെ തന്നിറം? എപ്പടിടാ മുത്തു പോയില്ലേടാ. ആ ചെക്കൻ ഉപ്പം മരിച്ചിട്ട് പാട്ട് പാടി ആഘോഷിക്കുന്നതാണ് നിങ്ങളിപ്പോ കണ്ടത്. സത്യം പറയാറ് ഇതൊക്കെ കാണുമ്പോ അറപ്പാണ് തോന്നുന്നത്. എന്തിനാ ഇത്രയും ക്രൂരത? നിങ്ങൾ ഒരു അമ്മയല്ലേ? എന്നെ തനിക്ക് ശരിക്കറിഞ്ഞൂടാ. നിന്റെ വർഗത്തെ കുറിച്ച് ഞാൻ പുരാണത്തിലൊക്കെ വായിച്ചിട്ടുണ്ട്. മണ്ടോദരി, പൂതന, ശൂർപ്പണക, നിന്റെ കാരണല്ലേ അടിച്ചു പൊട്ടിക്കണടാ. നിന്റെ കാരണം അടിച്ചു പൊട്ടിക്കാൻ ആണെങ്കിലും ഇല്ലാത്തോണ്ട്. അതാണ് എനിക്കും പറയാനുള്ളത്. ഈ നെല്ലിക്കാട്ട് നാട്ടിൽ ഉശിരുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്നും ഇല്ലേ? കണ്ടോ, ഇന്നലെ രാത്രി തുടങ്ങിയ വിളിച്ചു പോലെ ഇത് 2-3 ദിവസം കൊണ്ട് മാറും. നിങ്ങൾ കരുതുന്നുണ്ടോ? പുതിയതാ? കുറച്ച് സ്റ്റാൻഡേർഡ് കൂടി പോയോ? ശരിക്കൊക്കെ ഒരേ സ്റ്റാൻഡേർഡ് അല്ലേ? മിസ്റ്റർ മുത്തു അങ്ങനെ തന്നെ വേണടത്തമ്മ. ഇവരുടെയൊക്കെ സംസാര എക്സ്പ്രഷന് കാണുമ്പോ തന്നെ ഛർദ്ദിക്കാൻ വരും. ഇങ്ങനത്തെ ജാതിനൊക്കെ മുക്കാലിയിൽ കെട്ടി ചാട്ടവാർ തല മാറി തല്ലണം. അപ്പൊ നിർത്തും പോര്. ഷാജിദയും മുത്തുവും തമ്മിൽ റോഡിൽ വെച്ച് മുട്ടം വഴക്ക് നടന്നത് നമുക്കറിയാം, നമ്മൾ കണ്ടതാണ്. പക്ഷെ ഒന്നും അറിയാത്ത മുത്തുവിന്റെ ഉപ്പയും ഉമ്മയും ഒക്കെ ഇതിലേക്ക് വലിച്ചു വെക്കേണ്ട വല്ല ആവശ്യമുണ്ട്? അതിനെന്താ, ഞാൻ അങ്ങനെ ചെയ്യുന്നതിൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. കുടുംബം കലക്കാൻ നടക്കുന്നു. തന്ത ഇല്ലാണ്ടായില്ലേ? പടച്ചോൻ എന്റെ വിളി കേട്ടു. എന്റെ പടച്ചോൻ എന്റെ വിളി കേട്ടറ പുല്ല. 3 അന്ന് നിന്റെ തന്ത പോയില്ലടാ. നിന്റെ തന്തന്റെ തല തെറിച്ചില്ലടാ. കാര്യം താനൊരു മണ്ണുണ്ണിയാണെങ്കിലും തന്റെ നാക്ക് കരിനാക്ക. ഇന്നലെ പറഞ്ഞല്ലേ കടവുൾ തിരിച്ചു കൊടുത്തോളന്ന്. എന്റെ ഉമ്മ കൊണ്ടോട്ടിന്ന് ഇറച്ചി വെട്ടാൻ പോയ ഖാദർഖാന്റെ കൂടെ വന്ന ചരിത്രം അല്ല എനിക്കുള്ളത്. എനിക്ക് അന്തസ്സായി നല്ല ചരിത്രമാണുള്ളത്. അതുകൊണ്ട് നീ ചരിത്രം വളർത്തിക്കണ്ട. അതായത് ആ ഉമ്മാനെ പച്ചക്ക് വേയിച്ചെന്നാണ് ഈ ഷാജിദ എന്ന് പറഞ്ഞ സ്ത്രീ വിളിച്ചത്. അതും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ഓർക്കണം. ഇതൊക്കെ കേട്ട് നിൽക്കാതെ ഇവൾക്കെതിരെ കേസ് കൊടുക്കണമെന്നാണ് മുത്തുവിനോട് എനിക്ക് പറയാനുള്ളത്. ഞാനിപ്പോ എന്ത് വേണമെന്നാ നിങ്ങൾ പറയുന്നത്? മാഷ് ഒന്നും അറിയണ്ട, കാര്യങ്ങളൊക്കെ ഏറ്റവും വൈദ്യരച്ഛൻ സമ്മതിച്ചിട്ടുണ്ട്. പെങ്കൊച്ചുങ്ങളായ ആകാശത്ത് നിൽക്കാണ്ട് ഭൂമിയിൽ നിൽക്കണം. പട്ടിയുടെ വാല് 12 കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണമെന്ന്. കഷ്ടം.